ഹായ് ഷമീം സാറാണേ. അപ്പൊ ഇന്ന് മാഷ് ഇതിന്റെ ഓടി വന്നതെന്ന് അറിയോ? നമ്മളെല്ലാരും ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പഠിച്ചതാണല്ലേ, എന്താണ് ഗുണനം എന്ന് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഗുണനത്തെ പറ്റി അറിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് മാഷ് വന്നത്. അപ്പൊ എല്ലാരും വീഡിയോ അവസാനം വരെ കാണുക. അതിനും കൂടെ മാഷ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ 3ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി തുടങ്ങിയാലോ. മാഷിത് ഇന്ന് ഒരു സ്കൂളിലെ അസംബ്ലി കാണാൻ വേണ്ടി പോയി. ഇത് നോക്കിക്കേ, സാധാരണ കുട്ടികൾ അസംബ്ലിക്ക് നിൽക്കുന്നത് പോലെ തന്നെ ഇവിടെയുള്ള കുട്ടികളെ വരി വരിയായി അസംബ്ലിയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളത് കണ്ടോ? എനിക്ക് ഈ അസംബ്ലിയിൽ എത്ര കുട്ടികളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടെത്താം? ഓരോ വരിയിലും എത്ര കുട്ടികളാണുള്ളത്? 4 കുട്ടികൾ. അങ്ങനെ എത്ര വരികളുണ്ട്? 6 വരികൾ. അപ്പൊ കുട്ടികളെ എണ്ണം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 4നെ 6 പ്രാവശ്യം കൂട്ടിയാൽ പോരെ അല്ലേ? ഓരോ വരിയിലും 4 കുട്ടികളാണ്, അങ്ങനെ 6 എണ്ണമുണ്ട്. അപ്പൊ 4നെ 6 പ്രാവശ്യം കൂട്ടിയാല് എത്ര കുട്ടികളുണ്ട് എന്ന് കിട്ടുമല്ലോ അല്ലേ? ഇതിനെ നമ്മൾ വേറൊരു രൂപത്തിൽ എഴുതാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതിനെങ്ങനെ വേറൊരു രൂപത്തിൽ എഴുതാം? 6 നാലുകൾ 6 4 എന്നുള്ളതിനെങ്ങനെ നമ്മൾ വേറൊരു രൂപത്തിൽ എഴുതും? 6 into 4. 6 into 4ന്റെ അർത്ഥം എന്താ? 4നെ 6 പ്രാവശ്യം കൂട്ടിയത് അല്ലേ? 6 ഗുണം 4ന്റെ അർത്ഥം 4നെ 6 പ്രാവശ്യം കൂട്ടിയത്. 6 4 ആഡ് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ. 4നെ 6 പ്രാവശ്യം കൂട്ടിയാൽ എത്രയാവും? 24 അല്ലേ? 24. അപ്പൊ ഈ വരിയിൽ എത്ര കുട്ടികളുണ്ട്? 24 അല്ലേ? അങ്ങനെയാണെങ്കിൽ മാഷ് വേറൊരു രീതിയിലാണ് ഈ കുട്ടികളെ നോക്കിയതെങ്കിലോ? മാഷെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടാണ് എനിക്ക് കാണിച്ചു തന്നത്. ആ ഫ്രണ്ട് എങ്ങനെ നോക്കിയതെന്നറിയോ? നിരയായിട്ടാണ് നോക്കിയത്. ഓരോ നിരയിലും എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ് നോക്കിയത്. മാഷ് ആദ്യം എങ്ങനെയായിരുന്നു നോക്കിയത്? ഓരോ വരിയിലും എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണല്ലേ? 4 കുട്ടികൾ. പക്ഷെ എന്റെ ഫ്രണ്ട് എങ്ങനെ നോക്കിയത്? ഓരോ നിരയിലും എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ്. 6 നിരയില്ലായിരുന്നു. ഓരോ നിരയിലും എത്ര കുട്ടികളുണ്ട്? 6 കുട്ടികൾ. അങ്ങനെ എത്ര നിരകളുണ്ട്? 4 നിരകൾ. അപ്പോ 6 കുട്ടികളുള്ള 4 നിരകളുണ്ട് ഈ അസംബ്ലിയിൽ. അങ്ങനെയാണ് മാഷ് ഫ്രണ്ട് പറഞ്ഞത്. മാഷ് എങ്ങനെയായിരുന്നു പറഞ്ഞത്? 4 കുട്ടികളുള്ള 6 വരികളുണ്ട് എന്ന് മാഷ് ഫ്രണ്ട് പറഞ്ഞത്. 6 കുട്ടികളുള്ള 4 വരികളുണ്ടെന്ന്. ഈ രീതിയിലാണ് മാഷ് ഫ്രണ്ട് നോക്കിയത്. അങ്ങനെയാണെങ്കിൽ മാഷ് ഫ്രണ്ട് എന്തായിരിക്കും ചെയ്തത്? മാഷ് 4നെ 6 പ്രാവശ്യം കൂട്ടിയപ്പോ എന്റെ ഫ്രണ്ട് എന്ത് ചെയ്തെന്ന് അറിയോ? 6നെ 4 പ്രാവശ്യം കൂട്ടി. കണ്ടോ? 6നെ 4 പ്രാവശ്യം കൂട്ടി. ഇതിനെങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിൽ എഴുതും? നിങ്ങൾ എല്ലാരും പറഞ്ഞേ. 4 പ്രാവശ്യം 6നെ കൂട്ടിയത് 4 6. 4 6 എന്താണ്? അതും 24 ആണ്. നോക്കി നോക്കിയേ, 6നെ 4 പ്രാവശ്യം കൂട്ടി നോക്കിക്കേ. എന്താണ്? അതും 24 ആണ് അല്ലേ? ഇപ്പൊ 4 into 6ഉം 6 into 4ഉം എന്താണ്? 24 ആണ്. അപ്പൊ 4 into 6 എന്ന് എഴുതിയാലും 6 into 4 എന്ന് എഴുതിയാലും അങ്ങനെ തല തിരിച്ച് എഴുതിയാലും ഉത്തരത്തിൽ മാറ്റം വരില്ല. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ശരിയല്ലേ? ഇവിടെ അസംബ്ലിക്ക് 24 കുട്ടികൾ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ കാര്യം കൂടെ ഗുണനം പഠിക്കുമ്പോൾ ഓർത്തു വെക്കണേ. അപ്പോ നമുക്ക് ഇനിയും ഇതുപോലെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാം കേട്ടോ. മാഷ് ഇപ്പൊ ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരും. എല്ലാ മക്കളും അതും ഇനി കാണണേ. മാഷ് നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.